ഈ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്നുണ്ടായ ഒരു തരംഗമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ഇതൊരു സാധാരണക്കാരൻ്റെ വിപ്ലവമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വെറും 10 മിനിറ്റത്തെ അന്വേഷണത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വസ്തുതകളാണ്. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ വെച്ച് കളിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ PR ഗെയിം ഇതിന് പിന്നിലുണ്ടോ? നമുക്ക് ഒന്ന് പരിശോധിക്കാം. വളരെ ദുരൂഹമാണ് ഇവരുടെ ഫോളോവേഴ്സ്. ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്നുണ്ടായ ഈ അക്കൗണ്ടിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഉള്ളത്. എന്നാൽ ഇവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരല്ല. അമേരിക്കയിലെ കൻസാസിലുള്ള ടോപ്പിക്ക എന്ന ചെറു പട്ടണത്തിൽ നിന്നും മാത്രം 8.6 ലക്ഷം ഫോളോവേഴ്സാണ് ഉള്ളത്. ആ പട്ടണത്തിലെ ആകെ ജനസംഖ്യ 1.26 ലക്ഷം മാത്രമാണ് എന്നിരിക്കെ ഇത് പണം കൊടുത്തു വാങ്ങിയ ബോട്ട് അക്കൗണ്ടുകളാണ് എന്ന് വ്യക്തം. പാലസ്തീൻ, ഐവറി കോസ്റ്റ്, മലേഷ്യ, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കൃത്യം 8.9 ലക്ഷം ഫോളോവേഴ്സ് വീതമാണ് ഇവർക്കുള്ളത്. ഇത്രയും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഒരേ എണ്ണം ഫോളോവേഴ്സ് വരുന്നത് ആസൂത്രിതമായ ബോട്ട് ക്യാമ്പയിൻ വഴിയാണ്. ഇതുകൂടാതെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ടർക്കി എന്നിവിടങ്ങളിൽ നിന്നും വലിയ രീതിയിൽ ഫോളോവേഴ്സിനെ ഇവർ നേടിയെടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ പിന്നിൽ കുറേ ഏജൻറ്റുമാരുണ്ട് എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 വ്യക്തികളെ പരിശോധിച്ചാൽ ഇതിൻ്റെ രാഷ്ട്രീയ ബന്ധം നമുക്ക് വ്യക്തമാവും. ഒന്നാമത്തെ ആൾ അഭിജിത്ത് ദീപ്കയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫൗണ്ടിംഗ് പ്രസിഡന്റ്. മുൻപ് വർഷങ്ങളോളം ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ US താമസം. രണ്ടാമത്തെ ആൾ അർപ്പിത് ശർമ്മയാണ്. ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയുടെ മകൻ. ഇദ്ദേഹം ഇപ്പോൾ UK. മൂന്നാമത്തെ ആൾ മേഘനാഥാണ്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വെറും 100 വോട്ട് മാത്രം നേടിയ വ്യക്തി. ഇദ്ദേഹം ജർമ്മനിയിലാണ്. അപ്പോൾ ജർമ്മനിയിലും USA UK ഒക്കെ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സംഘമാണ് ഇത് എന്ന് ഇതിലൂടെ വളരെ വ്യക്തമാകുന്നു. ഇവരുടെ രാഷ്ട്രീയ അജണ്ടയും വിവാദങ്ങളും അതെന്തൊക്കെയാണ്? തൻ്റെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് ദീപ്കയുടെ വാദം വെറും പുകമറ മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ചതും ഡൽഹി കലാപകേസിലെ പ്രതിയായ ഉമർ ഖാലിദിനു വേണ്ടി വാദിച്ചതും ഇദ്ദേഹത്തിൻ്റെ അജണ്ടകളെ ചോദ്യം ചെയ്യുന്നു. BJP അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുവാൻ ഇദ്ദേഹം, അതായത് ദീപ്കെ, ആഹ്വാനം ചെയ്യുന്നതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വ്യക്തമായ രാഷ്ട്രീയ മാറ്റം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവർക്ക്, ഈ കോക്രോച്ച് പാർട്ടിക്ക് ഒരു ബിസിനസ് തന്ത്രമുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊരു സാധാരണ പ്രസ്ഥാനമാണ് എന്ന്. എന്നാൽ അങ്ങനെ അവകാശപ്പെടുമ്പോഴും വലിയ രീതിയിലുള്ള മർച്ചൻഡൈസിങ് ക്യാമ്പയിനുകളാണ് ഇവർ നടത്തുന്നത്. ബാഡ്ജുകളും മറ്റും പണം കൊടുത്തു വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ ഇതൊരു ബിസിനസ് മോഡലാക്കി മാറ്റുവാനും ഇവർ ശ്രമിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് പണം മുടക്കി ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കുകയും പിന്നീട് അത് കുത്തനെ താഴോട്ട് പോവുകയും ചെയ്യുന്ന പമ്പ് ആൻഡ് ഡംപ് രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ എൻഗേജ്മെൻറ്റ് ഗ്രാഫ് താഴോട്ടാണ്. ജനം സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി കഴിഞ്ഞ ദിവസം ഇവർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ പങ്കെടുത്തവരുടെ ആകെ എണ്ണം 650. വെറുതെ പറയുന്നതല്ല. അൽ ജസീറ പകർത്തിയ ഒരു ചിത്രത്തിൽ നിന്നും ക്രൗഡ് കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന DM കൗണ്ട് ഉപയോഗിച്ച് നടത്തിയ ഒരു എണ്ണമാണ് ഇത്. ഡിസ്ട്രിബ്യൂഷൻ മാച്ചിങ് ഫോർ ക്രൗഡ് കൗണ്ടിങ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ചിത്രങ്ങളിൽ നിന്നോ വീഡിയോകളിൽ നിന്നോ ആളുകളുടെ കൂട്ടത്തെ, ക്രൗഡ് കൃത്യമായി എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു പ്രമുഖ AI സാങ്കേതിക വിദ്യയാണ് ഇത്. ഒപ്റ്റിമൽ ട്രാൻസ്പോർട്ട് എന്ന ഗണിതശാസ്ത്ര രീതി ഉപയോഗിച്ച് ചിത്രങ്ങളിലെ ജനസാന്ദ്രത കണക്കാക്കുവാൻ ഈ DM കൗണ്ട് മാതൃക ഉപയോഗിക്കുന്നു. ഇനി അവിടെ വന്നവരോ ഒരെണ്ണത്തിനു പോലും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആട്ടിൻ കാഷ്ടവും കൂർക്കക്കിഴങ്ങും തിരിച്ചറിയാൻ പോലും അറിയില്ലാത്ത അവസ്ഥ. ആരോ ഇരിക്കൂ എന്ന അർത്ഥത്തിൽ ബൈറ്റ് ജാവോ എന്ന് പറഞ്ഞപ്പോൾ അതും എന്തോ മുദ്രാവാക്യമാണ് എന്ന് വിചാരിച്ച് അത് ഏറ്റുവിളിച്ച മഹാന്മാരാണ് അവിടെ കൂടിയ ഈ ജൻസികൾ. ഇവരെയൊക്കെ നയിക്കുവാൻ നേരത്തെ പറഞ്ഞ അഭിജിത്ത് ദീപ്കെ, പിന്നെയുള്ള വിദ്വാനോ സോനം വാങ്ചുക്, കാശ്മീരിൽ കുറേയേറെ പിള്ളേരെ കൊലയ്ക്ക് കൊടുത്ത ഒരു മഹാൻ. വേറൊരുത്തൻ വന്നത് ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വീശിക്കൊടുക്കുവാൻ ആളെയും കൂട്ടിക്കൊണ്ടായിരുന്നു. എല്ലാം പോട്ടെ, വന്നവരിൽ പലരും ഉമർ ഖാലിദിനും മറ്റും അഭിവാദ്യം അർപ്പിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. उमर खालिद को सपोर्ट करिए, पार्टी मेरा उनके साथ फ्यूचर है। उमर खालिद ने तुम्हारी इज्जत लूटी थी क्या?
तेरे बाप की इज्जत लूट, तेरी माँ की इज्जत लूट रहे क्या? ये देखिए, बता क्या किया है, क्या किया है? तेरी बहन की रोटी थी, तेरी बाप की रोटी थी। मतलब ये देखिए इनकी जो है किस तरह से ये एक्सपोज हो रहे हैं। ये चाचा कह रहे हैं कि मैं बाप हूँ। नहीं सर अब जवाब देना पड़ेगा। इन्होंने किस तरह से, अभी 1 मिनट, वो स्टूडेंट है ना, वो आपकी बेटी की उम्र की होगी, आपके बेटी की नहीं आपके बेटी की उम्र, तो फिर वो कैसे क्या उम्र क्या शब्द आप अपनी बेटी के लिए करो, आप अपनी बेटी के लिए बोल सकते हो। ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ശ്രീ ഭാസ്കരൻ നായർ അജയൻ എഴുതിയ ഒരു കുറിപ്പ് കൂടി ഞാൻ വായിക്കാം. രാജ്യ തലസ്ഥാനത്ത് കലാപമായിരുന്നു ഇവരുടെ ഉദ്ദേശം. ഈ രാജ്യദ്രോഹികളുടെ തനിനിറം മറ നീക്കി പുറത്തു വന്നത് കണ്ടോ? നിന്നെ ഉമർ ഖാലിദ് റേപ്പ് ചെയ്തോ? സഹിക്കുമോ ഈ വാക്ക്? കേൾക്കുമ്പോൾ ചോര തിളയ്ക്കുന്നില്ലേ? ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാപ്രകൾ മൂടിവെച്ച ആ നാറിയ സത്യം കേൾക്കൂ. നീറ്റ് പേപ്പർ ചോർച്ചയ്ക്കെതിരെ എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ വന്നത് ആരാണ്? CJP പ്രവർത്തകൻ ചമഞ്ഞു വന്ന ഒരുത്തൻ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ മുഖത്തു നോക്കി അലറി വിളിച്ചത് ഇതാണ്. ജന്തർ മന്ദർ സാക്ഷി. ഇന്ത്യ തല ഉനിക്കേണ്ട നാണം കെട്ട കാഴ്ച. വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞ് തെരുവിൽ ഇറങ്ങിയവർ മുഴക്കിയ മുദ്രാവാക്യം എന്താണ്? ഉമർ ഖാലിദ് സിന്ദാബാദ്, ഭാരത് തേരെ ടുക്കഡേ ഹോങ്കെ, ഇൻഷാ അല്ല ഇൻഷാ അല്ല. ആരാണ് ഈ ഉമർ ഖാലിദ്? 2020 ഡൽഹിയിൽ 54 നിരപരാധികളുടെ ചോര വീഴ്ത്തിയ കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ. UAPA ചുമത്തി ഇപ്പോൾ തിഹാർ ജയിലിൽ കിടക്കുന്ന രാജ്യദ്രോഹി, ഭാരതത്തെ കഷണങ്ങളാക്കുവാൻ നടക്കുന്ന ടുക്കഡേ ഗ്യാങ്ങിൻ്റെ തലതൊട്ടപ്പൻ. ഒരു പെൺകുട്ടി, ഒരു മാധ്യമ പ്രവർത്തക ധൈര്യത്തോടെ ചോദിച്ചു, വിദ്യാർത്ഥി സമരത്തിൽ എന്തിനാണോ രാജ്യദ്രോഹികൾക്ക് സിന്ദാബാദ് വിളിക്കുന്നത് എന്ന്. മറുപടി കേട്ടോ ആ തെരുവ് ഗുണ്ടയിൽ നിന്ന്? ഉമർ ഖാലിദ് നിന്നെ റേപ്പ് ചെയ്തോ? तेरे बाप की इज्जत लूटी है क्या? तेरी माँ की इज्जत लूटी है क्या? ഇതാണ് ഇവറ്റകളുടെ സംസ്കാരം. ചോദ്യം ചോദിക്കുന്ന പെണ്ണിൻ്റെ നേരെ തെറി. മാധ്യമപ്രവർത്തക എന്ന പരിഗണന പോലുമില്ല. കുടുംബത്തെ വരെ തെരുവിൽ വലിച്ചിഴച്ച് ആക്രോശിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ തെരുവ് പട്ടികൾ. ഡോക്ടർ SQR ഇല്യാസിൻ്റെ മകനെ വിശുദ്ധനാക്കാൻ ഇറങ്ങിയിരിക്കുന്ന സംഘം. ഇത് സമരമല്ലടോ, ഇത് രാജ്യദ്രോഹികളെ വെള്ളപൂശുന്ന വൃത്തികെട്ട രാഷ്ട്രീയമാണ്. പരീക്ഷ എഴുതുവാൻ വരുന്ന 17 വയസ്സുകാരൻ്റെ കണ്ണീരിൻ്റെ പേരിൽ വേദി പിടിച്ച് അവിടെ നിന്ന് ഭാരതത്തെ കഷങ്ങളാക്കും എന്ന് അലറുന്നവന് ജയ് വിളിക്കുന്ന കാപട്യം. കേരളത്തിൽ അധികാരത്തിൻ്റെ തണലിൽ വളരുന്ന ഈ കോക്രോച്ച് രാഷ്ട്രീയത്തെ തിരിച്ചറിയണം. ഇത് ഒറ്റപ്പെട്ട തെറിവിളിയല്ല, ഇത് ഒരു രീതിയാണ്. ദേശസ്നേഹം പറയുന്നവൻ്റെ വായടപ്പിക്കുവാൻ തെറി, ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാത്തപ്പോൾ ഭീഷണി, അസഭ്യം കൊണ്ട് ആശയത്തെ കൊല്ലുന്ന ഫാസിസം. ജന്തർ മന്ദറിൽ കണ്ടത് ഓരോ ഭാരതീയൻ്റെയും രക്തം തിളപ്പിക്കേണ്ട കാഴ്ചയാണ്. ഇവരെ മൂടിവെക്കുന്ന മാപ്രകളെയും തുറന്നു കാട്ടണം. വിദ്യാർത്ഥികളുടെ തലയിൽ കയറി ദേശവിരുദ്ധ വിഷം കുത്തിവെക്കുന്നവരെ ജനം തിരിച്ചറിയട്ടെ. മാധ്യമപ്രവർത്തകരെ പരസ്യമായി അപമാനിക്കുന്നവരുടെ മുഖം മൂടി വലിച്ചു കീറണം. ഭാരതം ഒന്നാണ്, ഭാരതം അഖണ്ഡമാണ്. ടുക്കഡേ സ്വപ്നങ്ങൾക്ക് ഈ മണ്ണിൽ ശവക്കുഴി മാത്രം. ഈ സത്യം കണ്ടിട്ടും നിന്റെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ തിളയ്ക്കാനാണ്? നെഞ്ചിൽ ഒരു തരിപ്പ് തോന്നിയെങ്കിൽ കമൻറ്റിൽ ഒരു വന്ദേ മാതരം എഴുതിയിട്ട് ഷെയർ ചെയ്യൂ. അവസാനമായി, ഈ വാർത്ത കേരളം അറിയില്ല. കാരണം വികലാംഗയായ പിഞ്ചു കുഞ്ഞിനെ കൊന്നതിനു വേണ്ടി 45 കോടിയും കൊടുത്ത് വീരാളിപ്പട്ട് പുതപ്പിക്കുവാൻ MP-മാരും MLA-മാരും ക്യൂ നിന്ന കേരളം. വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചതിൽ ആളെ ക്രൂശിച്ച കേരളം. സിദ്ദിഖ് കാപ്പന് വേണ്ടി മണിക്കൂറുകളോളം ചാനൽ ചർച്ച നടത്തിയ കേരളം. കാരണം കേരളത്തിന് തീവ്രവാദികളാണ് ഹീറോകൾ. പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ചവരുടെ DNA ഇപ്പോഴും സിരകളിൽ ഓടുകയല്ലേ? തിന്നുന്ന ചോറിനോട് ഒരു തരി നന്ദിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യത്തോട് കൂറ് കാട്ടിയേനെ. ഇന്നലെ ഈ ജന്തർ മന്ദർ അഭ്യാസം തത്സമയം പകർത്താൻ ക്യാമറയും തൂക്കി അവിടെ പോയി നിന്നവരിൽ കൂടുതലും കേരളത്തിലെ മാപ്രകളായിരുന്നു. ലൈവായിരുന്നു പരിപാടി. അവിടെ ആൾ കൂടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുരുവംശവും കൂട്ടരും പെട്ടിയും കിടക്കയും ഒക്കെ മടക്കി. ഇന്ത്യൻ യുവാക്കളുടെ പേരിൽ തുടങ്ങിയിരിക്കുന്ന ഈ നീക്കം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നാടകമാണോ? വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ നാം ജാഗ്രത പാലിക്കണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.